അപ്പോൾ നമ്മുടെ കുരങ്ങ് വേണ്ട പ്ലാവിൻ്റെ മണ്ടയിൽ നിന്ന് കുറേ നേരം ഇരുന്ന് നോക്കിയിട്ട് ക്ഷമ കെട്ടിട്ട് താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. നമ്മുടെ അടുത്തോട്ട് വരുവാണേ. വരുമ്പോഴത്തേനും നമ്മൾ പേടിച്ചിട്ടാണ് ഞാൻ വീടിനകത്തോട്ട് ഓടിയേ. പക്ഷെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി ഇതുണ്ടോ പിന്നെ ചെമ്പരത്തി കൂടെ ചാടി അതവിടെ എഴുന്നേക്ക് തന്നപ്പോഴാണ് ഞാൻ പേടിച്ചോടി. പക്ഷെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നത് മുറ്റത്തോട്ട് വന്നേ നന്നായിട്ട് വിശന്നിട്ടായിരുന്നു തോന്നുന്നത്. ചക്ക കൊടുക്കുമെന്ന് വിചാരിച്ചത് നമ്മുടെ അടുത്തോട്ട് വന്നു. പക്ഷേ സാധാരണ ഇങ്ങനെയൊക്കെ വന്നാൽ ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ പേടിച്ചോടി. കണ്ടത് കയറി വന്ന് മുറ്റത്തോട്ട് വന്നേ. എന്തായാലും ഞാൻ പേടിച്ചിട്ടാണേലും ഒരു തുണ്ടി വെട്ടിക്കൊണ്ടിരുന്ന ചക്കയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ അത് ഇച്ചിരി നേരം സംശയിച്ചിരുന്നു. എന്നിട്ട് ഓടി വന്ന് അത് എന്നിട്ട് അത് തിന്നാൻ നോക്കിയിട്ട് പക്ഷേ പച്ച ചക്കയല്ലേ പെട്ടെന്നൊന്നും അതിന് കിട്ടിയില്ലേ. അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കണ്ടോണേ രണ്ട് ചൊറിച്ചിലൊക്കെ ചൊറിഞ്ഞു. എന്നിട്ട് അത് ആ ഒരു തുണ്ടി ചക്ക എടുത്തുകൊണ്ട് വീടിൻ്റെ മുകളിലോട്ട് കയറി. വീടിൻ്റെ മണ്ടയ്ക്കോട്ട് കയറുവാണേ. അപ്പോൾ കാണിക്കാം. എന്നുണ്ടോ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി അതങ്ങോട്ടങ്ങോട്ട് പോയി കേട്ടോ. ഹായ് ഹലോ, ഹൈ റേഞ്ച് ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തുണി അലക്കാൻ പോവുകയാണേ. അപ്പോൾ തുണി അലക്കാൻ പോകുന്നതിന് എന്താ പ്രത്യേകത എന്നെല്ലാവരും ഓർക്കുമല്ലേ. തുണി അലക്കാൻ പോകുന്നതിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തുണി അലക്കാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയല്ലേ. ഇപ്പം ഞങ്ങൾ ഈ തുണിയെല്ലാം പറക്കി സെറ്റാക്കി വെക്കുവാണ്. അപ്പോൾ തുണി അലക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മുറ്റത്ത് അലക്കുമല്ല കേട്ടോ, എല്ലാവരും അലക്കുന്ന പോലെ. ഇവിടുന്ന് മല ഇറങ്ങി അങ്ങ് താഴെ റോഡ് സൈഡിൽ പോകണം. അപ്പോൾ അവിടെ ചേച്ചിയുടെ വീടുണ്ടേ. അപ്പോൾ അവിടെ പോയാണ് നമ്മളിന്ന് തുണി അലക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടനാണെങ്കിൽ മുറ്റത്ത് ഓടി നടക്കുവാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കുട്ടനുണ്ടല്ലോ, ഇവിടെ അച്ഛനും ചേട്ടനും ഒക്കെ ഓരോ പേരിട്ടിട്ടുണ്ട്. ആ കുഞ്ഞിക്കുട്ടൻ്റെ പേര് ഒരാൾ മോൻസി എന്നാണ് ഇട്ടിരിക്കുന്നത്, ഒരാളാണെങ്കിൽ ജാക്കെന്ന് ഇട്ടിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ വിളിക്കും. ഞാൻ അതിന് കുഞ്ഞിക്കുട്ടാന്നും കുറുക്കൂച്ചിന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ വാഹനത്തിലാണ് പോകുന്നത്. നമ്മുടെ വാഹനമാണ്. അപ്പം ഈ മല ഇറങ്ങി പോകുമ്പോഴത്തേനും ചേട്ടനാണെങ്കിൽ പണിക്ക് പോകുമ്പോൾ രാവിലെ ആ കൂടെ അങ്ങ് പോകല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആ കൂടെ ഒരുങ്ങിയേ. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഞങ്ങൾ പോകാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ വണ്ടി ഇടാൻ വേണ്ടി ഒരു ചെറിയ സ്പേസൊക്കെ ഞങ്ങൾ സ്റ്റെപ്പിന് താഴെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് വണ്ടി ഇട്ട് തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ താഴെ റോഡിലേക്ക് എത്തണമെങ്കിൽ കുറേ നടക്കണം. അപ്പോൾ ആ നടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഇതേണ്ട നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടനാണെങ്കിൽ ഞാൻ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓരോ സാധനങ്ങളായിട്ട് ഞാനിങ്ങനെ വണ്ടിയിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെക്കണം കേട്ടോ ഇത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഞാൻ വെച്ചു. അപ്പോൾ കുറേ ബാക്കിയുള്ളത് ഞാനും കയ്യിലെടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്, താഴോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ഈ ഏലത്തിനിടയിൽ കൂടെ ഒരു ചെറിയ വഴിക്കൂടെയാണ് നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നത്. വളരെ ഇടുങ്ങിയൊരു വഴിയാണ്. നേരത്തെ ഏലമൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ടാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ വഴിയിൽ കൂടെ പോകാനായിട്ട് വേറെ ഇച്ചിരി വീതി കൂട്ടാനോ ഒക്കെ പ്രയാസമാണ്. അപ്പോൾ ഏലമൊക്കെ പോകത്തില്ലേ. അപ്പോൾ അത് കളയാതെ തന്നെ ഉള്ള വഴി ഒക്കെ സെറ്റാക്കി അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഇച്ചിരിയുടെ വീതിയുള്ളൊരു വഴി മലയിലേക്ക് താഴെ റോഡിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ നേരെ അത് മലമുകളിലേക്ക് പോകും കേട്ടോ. ഞങ്ങളാണ് ഏറ്റവും മുകളിൽ താമസിക്കുന്നത്. ഞങ്ങൾ തന്നെ അല്ല, ഇതിൻ്റെ മുകളിൽ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. മുകളിൽ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി, അവിടെയൊന്നും ആരുമില്ല. പിന്നെ ഉള്ളത് ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഈ റിസോർട്ടിൽ വന്ന് താമസിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് അവർ പണിതിട്ടിരിക്കുന്നതാണ് ഹോം സ്റ്റേ ആണ്, റിസോർട്ടല്ല ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവിടെ നല്ല സൗകര്യമാണ്. അവിടെ വന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ കണ്ട മുകളിലോട്ടുള്ള റോഡാണിത്. താഴേക്കും ആണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ താഴേക്ക് പോകണമെങ്കിൽ ഒരു കുത്തനെ ഒരു ഇറക്കമാണ്. അപ്പോൾ നന്നായിട്ട് ബ്രേക്കൊക്കെ പിടിച്ച് വണ്ടി പോകാനൊക്കത്തുള്ളൂ. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരാറുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, വല്ലപ്പോഴും ഒരു വണ്ടിയൊക്കെ വരാറുണ്ട്. പിന്നെ ഞങ്ങളാണ് സ്ഥിരം യാത്രക്കാർ. കണ്ടോ ഇതിൽ പിന്നെ ഇപ്പോൾ ഒരു നിരപ്പ് വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മല ഇങ്ങോട്ട് ഇറങ്ങി ഒരു ചെറിയൊരു നിരപ്പ് വഴിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുത്തനെ ഇറങ്ങണം.
അണ്ട് ഇതാണെങ്കിൽ ഒരു പടുതാക്കുളമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പടുതാക്കുളമുണ്ട്. പടുതാക്കുളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുമെന്നറിയില്ല. നമ്മളിവിടെയൊക്കെ ഈ വെള്ളം വേനൽക്കാലത്തൊക്കെ കൃഷിക്ക് വേണ്ടി സ്റ്റോർ ചെയ്യാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കുളമാണ്. അതിനകത്ത് നമ്മൾ പടുത ഇടും, വലിയ കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് പടുത ഇല്ലേ, വലിയ ടഫ്ലോൺ ഷീറ്റില്ലേ, അതിട്ടിട്ട് അതിനകത്ത് വെള്ളം ശേഖരിച്ച് വെക്കും. അതിനാണ് പടുതാക്കുളം എന്ന് പറയുന്നത്. അപ്പം ആ പടുതാക്കുളം മിക്കവാറും എല്ലാ പറമ്പുകളിലും ഉണ്ട്. അത് വെച്ച് അതിൽ നിന്ന് വെള്ളം എടുത്താണ് ആൾക്കാർ ഏലത്തിനൊക്കെ വെള്ളം നനയ്ക്കുകയും വളമൊഴിക്കുകയും മരുന്നടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനായിട്ടുള്ളതാണ് പടുതാക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ അക്കര മലയാണ് കാണുന്നത്. 2 മലയുടെ ഇടുക്കാണ് താഴെ റോഡെന്ന് പറയുന്നത്. അപ്പോൾ ഈ മലയിൽ നിന്ന് അക്കരെ മലയെല്ലാം കാണാം. അപ്പോൾ ഈ മലയുടെ മുകളിൽ കയറിയ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നവർക്കൊക്കെ നല്ലതാണ്. പിന്നെ വണ്ടി സൗകര്യം എന്ന് പറയുന്നത് ഇതുപോലെ അവനവൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒക്കെ കയറി വരുള്ളൂ. പിന്നെ ഓട്ടോയൊക്കെ വന്നാലും ഒരാളെയൊക്കെ കൊണ്ടേ കയറി വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. വലിയ ഭാരമൊക്കെ ചുമന്നുള്ള വണ്ടിയും ആൾക്കാരെയും കൊണ്ട് അങ്ങനെ കയറി വരാറില്ല. പിന്നെ അല്ലാതെ കെട്ടിടങ്ങൾ പണിയുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഭാരമൊക്കെ ചുമന്ന് കയറി വരാറുണ്ട് കേട്ടോ. ഇനിയും താഴേക്കൊരു ഇറക്കമാണ്. അപ്പോൾ ഈ ഭാരമൊക്കെ ചുമന്ന് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതുള്ള വെയിറ്റ് ഒക്കെ മനുഷ്യരെ അങ്ങനെ അധികം പേരെ കൊണ്ട് കയറി വരാറില്ല. കാരണം ഇത്രയും കുത്തനെയുള്ള കയറ്റമല്ലേ. അങ്ങനെ കയറി വരുമ്പോൾ നേരത്തെ ഇവിടെ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ജീപ്പിലൊക്കെ നിറയെ ആൾക്കാരെയും കൊണ്ടൊന്നും കയറി വരത്തില്ല. 2-3 പേരൊക്കെ 1-2 പേരൊക്കെ വലിയ ഭാരം കുറഞ്ഞ ആൾക്കാരെയൊക്കെ കൊണ്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്രയും കയറ്റമാണ്, മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച ആൾക്കാരെയൊക്കെ കൊണ്ടുവരാറുള്ളൂ. അപ്പം ഓട്ടോയിലൊക്കെ വന്നാലും ഒരാൾക്കൊക്കെ കയറി വരാം. അതിൽ കൂടുതൽ പേരെയൊന്നും അവർ കയറ്റിക്കൊണ്ട് വരത്തില്ല, കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ഈ താഴോട്ട് ചിലപ്പോൾ ഉരുണ്ടങ്ങ് പോകുന്നുണ്ടോ, പിന്നെ ആ കുത്തനെയുള്ള ഇറക്കമാണ്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു മെയിൻ റോഡെന്ന് പറയാം, ഒരു പഞ്ചായത്ത് റോഡാണ്. ആ റോഡിൽ എത്തിച്ചെന്നിട്ട് അവിടെ ഒരു കുഞ്ഞു കടയൊക്കെ ഉണ്ട്. ആ കട എപ്പോഴും ഒന്നും വർക്കല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന വണ്ടിയുണ്ടല്ലോ, തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ഈ ഏലക്കാട്ടിലൊക്കെ കൃഷിപ്പണിക്കായിട്ട് ആളെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതെല്ലാ ദിവസവും വന്ന് വൈകിട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ റോഡ് സൈഡിൽ തന്നെ നമുക്കൊരു കുഴൽക്കിണറുണ്ട്. അതുകൊണ്ട് ഈ കാണുന്നതാണ് കുഴൽക്കിണർ. അതിൽ നിന്ന് അടിച്ച് മുകളിലുള്ള നമ്മൾ കണ്ട ആ റോഡിൽ അതിൻ്റെ അങ്ങേയറ്റം മലയിലേക്ക് കയറി അവിടെയാണ് നമുക്ക് കുടിവെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിൽ നിന്നാണ് പൈപ്പിട്ട് തരുന്നത്. ഇപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തുണി അലക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഞാൻ തുണി അലക്കാൻ പോവുകയാണേ. ആണ്ടെ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. താണ്ടെ കവറിനകത്ത് ബിഗ് ഷോപ്പറിനകത്തൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അലക്കിയിട്ടാണ് ഇനി പോകുന്നത്. ഇതൊക്കെ അവർ ടാങ്കിൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുടിവെള്ളം അല്ലാതെ നമുക്കിവിടെ അടുത്ത ഒരു ചെറിയൊരു ഡാമുണ്ട്, ചെക്ക് ഡാം. ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റുന്നതാണ്. അതിലാണ് ഞാനും അലക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞ കളറിലിരിക്കുന്ന വെള്ളമാണ്, അതിൽ നമ്മൾ അലക്കിയേ പറ്റൂ. കാരണം ഇതേ ഉള്ളൂ നമുക്കിവിടെ വെള്ളം കിട്ടാനായിട്ട്. അല്ലാതെ കുടിവെള്ളം മേടിച്ച് നമുക്ക് അലക്കുക എന്ന് പറയുമ്പോൾ പ്രായോഗികമല്ലല്ലോ. അപ്പോൾ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് നമ്മൾ അലക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മുകളിൽ നിന്നൊരു തോട് ഒഴുകുന്നുണ്ട്. അത് വേനൽക്കാലത്തില്ല, മഴക്കാലത്ത് ആ തോട് ഒഴുകും. അതിൽക്കൊണ്ട് നമ്മൾ ഈ ഓസിട്ട് വെള്ളം എടുത്താണ് മഴക്കാലത്തൊക്കെ ഇവിടെ അലക്കുന്നത്. പിന്നെ മഴക്കാലമായി ഈ പാറയിൽ കൂടെ എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊരു ചെറിയ ഇതായിട്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്കിവിടെ വെള്ളത്തിനൊന്നും പ്രയാസമില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്, അലക്കമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഒരു ചക്ക പറിച്ചു. ആ ചക്കയൊന്ന് വെട്ടി വറുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇതാണ് ചക്ക, ചെറിയൊരു ചക്കയാണ്. ചക്ക പ്ലാവിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അതെല്ലാം ഏറ്റവും മുകളിലൊക്കെയാണ് ആദ്യമായിട്ട് കായ്ച്ചതല്ല. ആദ്യം കായ്ച്ചതൊക്കെ അതൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പഴുത്ത് പൊഴിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കയറി പറിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചക്ക വെട്ടുന്ന കാണാനായിട്ട് ഒരാൾ വന്നിരിക്കുന്ന കണ്ടോ. അപ്പോൾ ഒത്തിരി പേര് വന്നതാണ്. അതിൽ ഒരാൾ മാത്രം കണ്ടോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുരങ്ങച്ചൻ. അപ്പോൾ ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവിടുന്ന് പോകത്തില്ല, കൂട്ടത്തോടെ വരും, വന്ന് ചക്കയൊക്കെ പറിച്ചുകൊണ്ടൊക്കെ പോകും. ഇവൻ മാത്രം എന്താണോ ഇവിടെ വന്നിരിക്കുന്നത്, വിശപ്പ് കൂടിയിട്ടാണോ ഞങ്ങൾ ചക്ക വെട്ടുന്ന കണ്ടിട്ടാണോ ഒന്നും അറിയത്തില്ല, അവൻ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ചക്ക വെട്ടുവാണ്. അപ്പോൾ ചക്ക വെട്ടുന്ന കണ്ട് നമ്മുടെ അതിഥി ആ മരത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ ചക്കപ്പഴം തിന്നാനായിട്ട്
അതിൻ്റെ ഈ പ്ലാവിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് വെള്ളം ചക്കയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ആ പുള്ളിക്ക് അതൊന്നും പറിക്കാൻ കഴിയത്തില്ല. അതോ ഇനി ചക്ക പഴുത്തില്ലേന്നും അറിയത്തില്ല. അപ്പോൾ പഴുത്താലല്ലേ അവന് അതിനകത്തു നിന്നൊക്കെ കടിച്ചൊക്കെ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിരിക്കും അവൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുവാണ്. അപ്പോൾ ചേച്ചി ചക്കയൊക്കെ വെട്ടി അത്ര വലിയ വിളവായില്ല, എന്നാലും വേവിക്കാനുള്ള വിളവൊക്കെ ആയി, വറുക്കാനൊക്കെ അത് മതി. അത്ര വലിയ വിളവായി, പഴുപ്പിക്കാനായിട്ടുള്ള വലിയ നല്ല വിളവൊന്നും ഇപ്പം ഈ വിളവ് മതി. കണ്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ ഒരാൾ ആ ചക്കയൊക്കെ എടുത്ത് തിന്നുവാണ് കേട്ടോ. ഇവിടുത്തെ ചക്കക്കൊതിച്ചിയാണ്. ചക്ക കണ്ടുടനെ വെട്ടിയ ഉടനെ തിന്ന് നോക്കുക കൊള്ളാമോ എന്ന്. അപ്പോൾ ആസ്വദിച്ച് അങ്ങനെ ആ ചക്കയൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണ്. സൂപ്പറാന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതെത്ര വേണേലും ആ പച്ചക്ക കഴിച്ചോളും കേട്ടോ. വലിയ ഇഷ്ടമാണ് ആ പച്ചക്ക, വലിയ ഇഷ്ടമായി. അതിൻ്റെ കൂടെ പുള്ളിക്കാരി സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ടായി ഈ ചക്ക തിന്നുന്നത്. പുള്ളിക്കാരിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടി വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിഥി അങ്ങനെ മുകളിൽ നോക്കിയിരിക്കുക. കണ്ടോ, അവന് നല്ല കൊള്ളാം അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്ര ക്ലിയർ അല്ലായിരിക്കുക, കാരണം എനിക്കൊരു പഴയ ഫോണാണ്. അപ്പോൾ ആ ഫോൺ വെച്ച് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ അത്ര ക്ലിയറൊന്നും അല്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് സഹകരിക്കുക, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് വെട്ടി അടത്തി വരാവേ. അപ്പോൾ ഈ ചക്കയ്ക്കകത്ത് മൊത്തം അരക്ക കേട്ടോ. അരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്ന തരത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ അതിന് അരക്കെന്നാണ് പറയുന്നത്. ചക്കയ്ക്കകത്ത് കാണുന്ന വെള്ളക്കറയെ പറയുന്നതാണ് അരക്ക്. പല നാടുകളിൽ പല വിധത്തിലൊക്കെ അതിന് പേരുകളുണ്ട്. ചക്ക മുളഞ്ഞി എന്നൊക്കെ ചിലയിടത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വേറെന്താ പേരൊന്നും നമുക്കറിയത്തില്ല. എന്താ ആ അരക്കൊക്കെ നമ്മൾ ഇതിനകത്തൊന്ന് മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ ആ അരക്ക് മുഴുവൻ നമ്മുടെ കയ്യിലൊക്കെ ആകുവേ. ഇവിടെയെല്ലാം ഈ മഴക്കാലം ആയതുകൊണ്ട് തവളയുടെ കരച്ചിലും അതുപോലെ ചീവീടിൻ്റെ ബഹളവും ഒക്കെയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മഴ വലുതായിട്ട് പെയ്തില്ല, അപ്പം വെള്ളവും അങ്ങനെ ആയില്ല. എന്നാൽ പോലും ഈ തവളയുടെ കരച്ചിലിന് ഒരു കുറവുമില്ല. തവളയുടെ കരച്ചിൽ കേട്ടവർക്കും മഴയൊക്കെ പെയ്ത് നിറയെ വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ മഴ പെയ്തെങ്കിലും വെള്ളം അങ്ങനെ ആയില്ല. മെയിൻ തോടുകളിലങ്ങ് ദൂരെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ തോടുകളിലൊന്നും വെള്ളമായില്ല. ഞങ്ങളുടെ ഓലിയിലൊന്നും വെള്ളമായില്ല. ഞങ്ങളിപ്പോഴും വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1000-2000 ലിറ്റർ ആണ് കൊണ്ടുവരുന്നത്. മലയുടെ മണ്ടയ്ക്ക് വരെ കൊണ്ടു തരുന്നത്. അതിന് 800 രൂപ കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം വാങ്ങി. നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കണമല്ലോ. ബാത്റൂമിൽ പോകാൻ, കുളിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, പാത്രം കഴുകാൻ എല്ലാം അതിനെല്ലാം വെള്ളം വേണമല്ലോ. പിന്നെ തുണി അലക്കാൻ മാത്രമേ നമുക്ക് ദൂരെ പോയി പറ്റത്തുള്ളല്ലോ. പിന്നെ തന്നെ താഴെ അലക്കാൻ വരുന്ന ദിവസം താഴെ കുളിച്ചിട്ടും കൂടെ പോകും കേട്ടോ. അപ്പം കണ്ടതിന് ചക്കയുടെ അരക്കൊക്കെ ഒരു കമ്പും വെച്ച് നമ്മൾ ചുറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചാണ് ഇവിടെ ഈ ചക്കയരക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ചുറ്റിച്ചെടുത്താൽ മാത്രമേ നമ്മളെടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെക്കുകയാകും കേട്ടോ. അപ്പോൾ ഞാനിത് ചുറ്റിച്ചൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അമ്മ ഒരു ഉള്ള പാത്രങ്ങളൊക്കെ ഒരാൾ എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ എന്തിനാണെന്നല്ലേ, വെളിച്ചെണ്ണ നമുക്കുണ്ടല്ലോ ഈ അരക്ക് കൈ പറ്റാതിരിക്കാൻ വേണ്ടി ചക്ക വെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ കയ്യെ നന്നായിട്ട് പുരട്ടുന്നത് നല്ലതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ വെളിച്ചെണ്ണയാണോ പറ്റുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ചേച്ചി എന്നൊരു വെളിച്ചെണ്ണ കൊണ്ടുവച്ചു. ഈ വെളിച്ചെണ്ണ നമ്മൾ കയ്യിലൊക്കെ പുരട്ടണം. ആ ചക്കയ്ക്കകത്ത് നിറയെ അരക്ക, നല്ല വിളവായില്ലല്ലോ, അതുകൊണ്ടാണ് ഒത്തിരി അരക്കുണ്ട്. അപ്പോൾ അരക്ക് നന്നായിട്ട് തൂത്ത് കളഞ്ഞ് വേണം വെട്ടാൻ, ഇല്ലെങ്കിൽ ആ ചക്കയിലും പിടിക്കും നമ്മുടെ കയ്യിലും പിടിക്കും, എല്ലാം അരക്കായിരിക്കും കേട്ടോ. അപ്പോൾ തുണിയിലൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം എടുത്ത് കളഞ്ഞ് ഈ അരക്കുണ്ടല്ലോ പണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അലക്കാൻ വന്ന കാരണം തുണിയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ തീ കത്തിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും, അടുപ്പിൽ തീ പിടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മൾ ആ ചക്കയുടെ അരക്ക് ഇങ്ങനെ തൂത്തെടുത്തിട്ട് നമ്മളെന്താ ചെയ്യും, വേണ്ട ഇതാണ് അരക്കെന്ന് പറയുന്നത്. അത് നമ്മളെടുത്തിട്ട് ദൂരേക്ക് ഒറ്റ വെച്ച് കൊടുക്കും. പോട്ടെ ഓക്കെ, രണ്ടെടുക്കും ദൂരേക്ക് ഒറ്റയേറ്. ഇനി നമുക്ക് ചക്ക വെട്ടാം. ആദ്യം നമ്മൾ അതിൻ്റെ നടുക്കത്തെ ഉണ്ടല്ലോ കൂഞ്ഞ് വെട്ടിക്കണം. കൂഞ്ഞെന്ന് പറഞ്ഞാൽ എന്നാ, ആ നടുക്കിരിക്കുന്ന വെളുത്ത സാധനത്തിനാണ് കൂഞ്ഞെന്ന് പറയുന്നത്. അത് നമുക്ക് പ്രയോജനമില്ലല്ലോ. കറിയൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ ഈ കൂഞ്ഞ്.
നമ്മൾ ഇറച്ചിക്കറി പോലൊക്കെ വെക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലെ ആണെങ്കിലും ഈ ചക്കയാണെങ്കിൽ എല്ലാം ഇതിൻ്റെ കൂഞ്ഞൊരു കറി, പിന്നെ അതിൻ്റെ ചകിണി ഒരു കറി, പിന്നെ ചക്കക്കുരു ഒരു കറി, ചക്കക്കുരുവിൻ്റെ പാട ഒരു കറി, പിന്നെ ഈ ചക്കയുടെ പുറത്തെ കരിമടൽ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ മടലില്ലേ ആ മടലൊരു കറി. അങ്ങനെ എല്ലാ സാധനവും ഇതിൻ്റെ കറി വെക്കും. ചക്കക്കുരുവിൻ്റെ പുറത്തെ ചകിണിയല്ല ചൊളുക്കലെന്ന് പറയും. ചൊളുക്കലും പിന്നെ ഈ കരിമടലും അല്ലാത്ത ബാക്കിയെല്ലാം ഇത് ഭക്ഷണമാണ് കേട്ടോ നാട്ടുപുറത്തൊക്കെ. ഇവിടെ നമ്മളതൊന്നും എടുക്കാറില്ല. അതിൽ നമ്മൾ ദൂരെ കളയും. നമ്മൾ ചക്കക്കുരു എടുക്കും കറിയൊക്കെ വെക്കാനായിട്ട്, അല്ലാതെ ബാക്കി സാധനങ്ങളൊന്നും എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ആ ചക്കയൊക്കെ വെട്ടി അതിൻ്റെ ചുളയൊക്കെ പറക്കി അതാണെങ്കിൽ പറക്കി ആദ്യം മാറ്റി വെക്കാം. ഉണ്ടോ, ചക്കച്ചുള പറക്കി മാറ്റി വെക്കാം. ഈ ചക്കച്ചുളയുണ്ടല്ലോ എല്ലാം പറക്കിയിട്ട് ഞങ്ങൾ ദാണ്ട് നീളത്തിൽ അരിയുവാണേ. അപ്പോൾ നീളത്തിൽ അരിയുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, അത് നീളത്തിൽ അരിഞ്ഞാൽ എളുപ്പം നമുക്ക് നീളത്തിൽ എന്ന് പറഞ്ഞാൽ കനം കുറച്ചരിയണം. അപ്പോൾ കനം കുറച്ചരിയുമ്പം നമുക്കത് എളുപ്പം വറുത്തെടുക്കാം. എണ്ണ ഒരുപാട് കുടിക്കത്തില്ല. പിന്നെ എളുപ്പം മൊരിഞ്ഞ് കിട്ടും. പിന്നെ അതിൻ്റെ മുമ്പിലെയും പുറകിലത്തെയും കട്ടിയുള്ള ഭാഗമല്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കളഞ്ഞാലേ ഉള്ളത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ മൂക്കാനൊക്കെ താമസിച്ച് ചളയിളാന്നിരിക്കുവേ. അപ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞ ഭാഗം, നടുക്കത്തെ ഭാഗം മാത്രമാണ് നമ്മൾ വറുക്കാനെടുക്കുന്നതല്ലേ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അത് എടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മളാണെങ്കിലുണ്ടല്ലോ ഈ ചക്ക ഇല്ലാത്ത സീസണിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കണ്ടായിരുന്നേ. അതെങ്ങനെയാണെന്നറിയാമോ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലെടുത്തിട്ടേ അതിനകത്ത് ഈ ചക്കച്ചുള നമ്മൾ അടുക്കി വെക്കും. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പുകല്ല് വെതറി ഇട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും അടുക്കും. അങ്ങനെ ഉപ്പുകല്ല് വെതറി വീണ്ടും അടുക്കി, അങ്ങനെ അടുക്കി വെച്ചിട്ട് അത് നന്നായിട്ട് അടച്ച് കെട്ടി വെച്ചാലുണ്ടല്ലോ കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പം ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ കനം കുറച്ച് വേണം നമ്മൾ ഈ ചക്ക വറുക്കാനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടല്ലോ. അപ്പം നമ്മളാണെങ്കിൽ ആ ചക്കച്ചുള ഇതുപോലെ ഞാനും പറഞ്ഞതുപോലെ തന്നെ ചെയ്തൊരു ബോട്ടിലിനകത്താക്കി. നാട്ടിലൊക്കെ ഞങ്ങൾക്ക് ചക്ക കിട്ടാനില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇഷ്ടംപോലെ ചക്ക വെറുതെ പോകുവാണ്. അപ്പോൾ പ്ലാവാണ്, മുറ്റം നിറയെ പ്ലാവ്, മുറ്റത്തല്ല പറമ്പ് നിറയെ പ്ലാവാണ്. ഒരു 100 പ്ലാവിൽ കൂടുതലുണ്ട്. അപ്പോൾ അതെല്ലാം ചക്ക കായ്ക്കും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെറുതെ പോവുക. അതുകൊണ്ട് നമ്മുടെ കുരങ്ങനാണെങ്കിൽ നോക്കി ഇരുന്നിരുന്നുണ്ടല്ലോ, അത് പുറത്തേക്ക് കണ്ടോ, അയ്യോ ഞങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങി വരിക കേട്ടോ. ഞാനാണെ പേടിച്ചോടിയേ, എനിക്ക് പേടിയാണ് കേട്ടോ. ഈ കുരങ്ങിന് ഇങ്ങനെ ചാടി വരുമ്പോൾ ഉപദ്രവിക്കും. ചക്ക അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ എന്ന് ചേച്ചി ആദ്യം തൊട്ടേ പറഞ്ഞതാണേ. അപ്പോൾ ഞങ്ങൾ വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തത്. കണ്ടോ അവൻ ഇറങ്ങി വരുന്നുണ്ടോ ചെമ്പരത്തിയെ കൂടെ. അയ്യോ ഇറങ്ങി മുറ്റത്തേക്ക് വന്നേ. എന്നിട്ട് അവിടെ പമ്മി ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ വീടിനകത്ത് കയറിയേ, പേടിച്ചിട്ടാണെങ്കിലും ഞാനൊരു തുണ്ടി ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അവൻ്റെ പയ്യെ വരുക കണ്ടോ, പയ്യെ വന്ന് അത് എടുത്തിട്ട് തിന്നാൻ നോക്കുവാണേ. കടിച്ച് പറിച്ചൊക്കെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പുള്ളി വേണ്ട ദേഹമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ചൊറിഞ്ഞിട്ട് അതെടുത്ത് ഞാൻ പറഞ്ഞ എടുത്തുകൊണ്ട് പൊക്കോടാന്ന് പറഞ്ഞ് അത് ചാടി കയറി എൻ്റെ മുകളിലേക്ക് അങ്ങ് പോയി, വീടിൻ്റെ പുറത്തേക്ക് പോയേ. അവിടെ ഇരുന്ന് കഴിക്കുമായിരിക്കും, നമ്മൾ ഉപദ്രവിക്കാൻ വരത്തില്ലായിരിക്കും. ഞാൻ ഇറങ്ങി വരല്ലേടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലുണ്ടല്ലോ, അവനാ ഇറങ്ങി വരുന്നതിന് മുന്നേ ഞങ്ങൾ ഓരോ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്താണ് ചക്കച്ചുളയെ. അപ്പോൾ അവൻ ചാടി പിടിക്കാൻ നോക്കുക, കാണാമായിരിക്കുമല്ലേ നോക്കിക്ക്. എൻ്റെ വീഡിയോ അത്ര ക്ലിയർ അല്ല, നിങ്ങളുടെ ഫോണിലൊക്കെ കാണാതിരിക്കും കണ്ടോ. ചക്കച്ചുള ചാടി പിടിക്കാൻ നോക്കുക, പാവം അതിന് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ അവന് ഇറങ്ങി വന്നു. അപ്പോൾ ഇവനുമായിട്ട് കളിച്ചും നീളം വെച്ചുമൊക്കെ ഞങ്ങൾ ഈ ചക്കയും പറക്കി അരിഞ്ഞെന്നത്തേനും മഴയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനിയും ബാക്കി ജോലികളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾ എളുപ്പം തന്നെ ചക്ക എടുത്ത് വറുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. ആ ചക്കയൊക്കെ കൊണ്ടുവന്ന് വറുത്തു. വറുത്തെങ്കിൽ ഞങ്ങൾക്ക് വറുക്കുന്നതല്ലാതെ അത് കോരുന്നതോ കഴിക്കുന്നതോ ഒന്നും വീഡിയോ പിടിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ലേ. ഇപ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയേ. അപ്പോൾ നേരം സന്ധ്യയായി. എനിക്കാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോരേണ്ടതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ
ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ബൈ പറയുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.